ശ്രീ എ.കെ. മച്ചിങ്ങൻ, ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ട ഗൗതമൻ എന്ന കൃതിയുടെ കർത്താവ്, വളരെ ശ്രദ്ധേയനായ, വളരെ എണ്ണപ്പെട്ട എഴുത്തുകാരൻ ആയ, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ശ്രീ ഗിരിജാ വല്ലഭൻ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ എൻ്റെ സുഹൃത്തെന്നോ അതിലുപരി എൻ്റെ തന്നെ ഭാഗമായ, എൻ്റെ തന്നെ ആത്മഭാഗമായ സുഹൃത്ത് സഹോദരനായ രാവുണ്ണി, ശ്രീ ധനഞ്ജയൻ മുച്ചിങ്കൽ, പ്രിയപ്പെട്ട പറമ്പിൽ ജയകുമാർ, മുണ്ടൂർ രാജൻ, ജ്യോതിർമയി ശങ്കർ തുടങ്ങി എല്ലാവർക്കും, സദസ്സിലുള്ള മുൻപിലെ ഫോട്ടോഗ്രാഫർ ദിനാർദ്ദന്, ഫോട്ടോഗ്രാഫറല്ല അദ്ദേഹം ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത്, അങ്ങനെ ഗായത്രി തുടങ്ങിയ എല്ലാവർക്കും നമസ്കാരം. മലയാള ഭൂമി ശശിധരൻ നായർ, ഓരോരുത്തരും പേരെടുത്ത് പറയേണ്ടതാണ്. എല്ലാ ആളുകളും അത്ര കനപ്പെട്ട ആളുകളാണ്. കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും വളരെ കനപ്പെട്ട ആളുകൾ ഉള്ള ഒരു നല്ല സദസ്സിൽ ഗൗതമൻ എന്ന ഈ വളരെ പ്രധാനപ്പെട്ട കഥാപുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ അതീവമായ ചരിതാർത്ഥ്യമുണ്ട്. ഗിരിജാവല്ലഭനെ ഞാൻ എൻ്റെ കൗമാരകാലത്ത് വായിക്കാൻ തുടങ്ങിയത് 70കളിൽ, 75-ലോ 74-ലൊക്കെ ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മലയാള നാടിലും കുങ്കുമത്തിൽ ഗിരിജാവല്ലഭൻ കഥകൾ എഴുതിയത്. അക്കാലത്ത് വളരെ പ്രശസ്തമായ വസൂരിമാല എന്ന കഥ ഗിരിജാവല്ലഭൻ്റെ വളരെ എണ്ണപ്പെട്ട കഥകൾ ആ കാലത്ത് എഴുതിയ ഒരാളാണ്. പിന്നീട് അദ്ദേഹം ദേശാഭിമാനി വാരികയിൽ എഴുതിയിരുന്നു. നേരത്തെ എ.കെ. മച്ചിങ്ങൻ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൻ്റെ ആധുനികതയുടെ ഒരു ഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ കഥ പറച്ചിൽ പ്രമേയത്തെയും ഭാഷയെയും നവീകരിച്ചുകൊണ്ട്, എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ആധുനികത ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ആധുനികതയുടെ വിച്ഛേദാത്മകമായ ഇടങ്ങളിൽ ആധുനികരായിരിക്കെ തന്നെ കൊണ്ടാടപ്പെട്ട ആധുനികതയുടെ ഭാഗമല്ലാതായി പോയ കുറേ നല്ല കഥാകൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ വൈശാഖനുണ്ട്, C.V. ശ്രീരാമനുണ്ട്. അവരൊക്കെ ആധുനികത കൊണ്ടുവന്ന എഴുത്തുകാരാണ്. അവരുടെ എഴുത്ത് M.T.യിൽ നിന്നും, മാധവിക്കുട്ടിയിൽ നിന്നും, ടി. പത്മനാഭനിൽ നിന്നും, അതിനു മുമ്പുള്ള തകഴിയിൽ നിന്നും, ദേവിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിരുന്നു. കാരൂരിൽ നിന്നും, പൊൻകുന്ന വക്കീലിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രമേയത്തെ സ്വീകരിക്കുന്നതിലും ഭാഷയെ നവീകരിക്കുന്നതിലും വളരെ വ്യത്യസ്തത പുലർത്തുമ്പോൾ തന്നെ അടിസ്ഥാന ജീവിതത്തെ പിടിച്ചു നിന്നുകൊണ്ട്, നേരത്തെ എ.കെ. മച്ചിങ്ങൻ പറഞ്ഞതുപോലെ അടിസ്ഥാന ജീവിതത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് എന്തുകൊണ്ടോ ചില അയിത്തങ്ങൾ, ചില തമസ്കരണങ്ങൾ ആ കഥാകൃത്തുകൾക്ക് നേരിടേണ്ടി വരും. അത്തരത്തിലാണോ ശ്രീ ഗിരിജാവല്ലഭൻ എഴുത്തിൽ നിന്ന് പിന്നോക്കുമ്പോൾ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പുസ്തകത്തിലെ ഗൗതമൻ എന്ന ഒരൊറ്റ കഥ മതി മലയാള കഥാസാഹിത്യ ചരിത്രത്തിൽ സ്വന്തം ഇരിപ്പിടം ഇരിക്കാൻ സർവഥാ അർഹനായ ഒരു എഴുത്തുകാരനാണ് ഗിരിജാവല്ലഭൻ എന്ന് സാക്ഷ്യപ്പെടുന്നത്. അതാണ് നിങ്ങൾ വായിക്കാം. ഇത്രയേറെ കൈയടക്കത്തോട് വളരെ പ്രശസ്തനായ, അനവധി കാലത്തെ എഴുത്ത് പരിശീലനമുള്ള, കഥയെ കുറുക്കി സാന്ദ്രമാക്കി പല ധ്വനിമാനങ്ങളിലേക്ക് ഒലിപ്പിച്ചെടുക്കാൻ കഴിയുന്ന അസാധാരണ കൈയടക്കമുള്ള ഒരു എഴുത്തുകാരൻ്റെ രചനയാണ് ഗൗതമൻ. ഗൗതമനിൽ 2 കഥയുണ്ട്. നല്ല കഥാകൃത്തുക്കൾ കഥ പറയുമ്പോൾ 2 അല്ല 3 അല്ല പല കഥകൾ ഒരു കഥയ്ക്കുള്ളിൽ പറയും. ഗൗതമനിൽ പ്രകടമായ 2 കഥയുണ്ട്. പ്രകടമല്ലാത്ത അനേകം കഥകളുടെ അടരുകളുണ്ട്. ഒരു പ്രഭാതത്തിൽ വീട്ടിലെ വാതിൽക്കൽ വന്ന് മുട്ടിയ ആരെയോ തുറന്ന് അകത്തേക്ക് വിളിച്ചപ്പോൾ അതൊരു അരിപ്രാവാണ്. ആ കഥ എങ്ങനെയല്ല തുടങ്ങും. ആ അരിപ്രാവ് ഗൗതമൻ എന്നവൾ ആ പ്രാവിന് പേര്. അവളുടെ കൗമാരകാലത്ത് ഒരു സ്വപ്നമുണ്ടായിരുന്നു. സാന്ദ്രമായ മേഘപാളികൾക്കിടയിലൂടെ വെളുത്ത കുതിരപ്പുറത്ത് സ്വർണ്ണവർണ്ണമണിഞ്ഞ ഒരു രാജകുമാരൻ. ഇത് എൻ്റെ വരികളല്ല, കവിയായ ഗിരിജാവല്ലഭന്റെ വരികളാണ്. നിനക്ക് തന്നെയാണല്ലേ. സാന്ദ്രമായ മേഘപാളികൾക്കിടയിലൂടെ വെളുത്ത കുതിരപ്പുറത്ത് അതിവേഗത്തിൽ സ്വർണ്ണ നിറമുള്ള ഒരു രാജകുമാരൻ ചെമ്പൻ മുടിയൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ട് വരുന്ന ഒരു സ്വപ്നം അവൾക്കുണ്ടായിരുന്നു. ആ രാജകുമാരന് അവൾ ഗൗതമൻ എന്നാണ് പേരിട്ടത്. പിന്നീട് അവൾ രവിയേട്ടൻ്റെ ഭാര്യയായി. കഥയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞു പോകുന്നത് ഒറ്റ കേൾവിയിൽ നമുക്ക് എത്രയും വായിച്ചാൽ മതി. രവിയേട്ടൻ്റെ ഭാര്യയായി. രവിയേട്ടൻ നിരന്തര വിദേശയാത്രകളാണ്, ഇടവേളകളിൽ വരും, ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കായിരിക്കുന്ന അവളുടെ അടുത്തേക്കാണ് ആ അരിപ്രാവ് പോകുന്നത്. അരിപ്രാവിന് അവൾ പേരിട്ടത് ഗൗതമൻ എന്നാണ്. ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ ഭർത്താവ് വിളിക്കും, ഇപ്പോൾ ഒറ്റയ്ക്കായിട്ട് വിഷമിക്കുകയാണെന്ന് ചോദിക്കുമ്പോഴല്ല, എൻ്റെ അടുത്ത് ഗൗതമനുണ്ട്, എൻ്റെ കിടക്കയിൽ തന്നെ ഗൗതമനുണ്ട്. ഗൗതമൻ അവളെ എത്തിപ്പെടുത്തുകയും അവളെ കൂടെ അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു യാത്രയിൽ വിളിച്ചപ്പോഴും എൻ്റെ കിടക്കയിൽ ഇപ്പോഴും ഗൗതമനുണ്ടെന്ന് പറയുമ്പോൾ
ഞാൻ നിങ്ങളുടെ ഗൗതമനെ കൊല്ലും എന്നാണ് ഭർത്താവ് പറയുന്നത്. പിന്നീട് ഒരു ദീർഘ ഉല്ലാസയാത്ര ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചപ്പോൾ, ഞാൻ കഥ ഇങ്ങനെ പറഞ്ഞാൽ സൗന്ദര്യം കിട്ടുകയും കൂടെ പോകാൻ പുറപ്പെടേണ്ടിയിരുന്ന അവൾ പോകാതിരിക്കുകയും ഗൗതമനെ വിട്ട് എങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയും അവർക്കിടയിൽ ഒന്നും പറയാതെ പുറപ്പെട്ടു പോയ ഭർത്താവ് ഒറ്റയ്ക്ക് പോവുകയും അയാൾ വരാതിരിക്കുകയും ഒരു നാൾ വന്നതുപോലെ തന്നെ ഗൗതമൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നിടത്ത് അവസാനിക്കുന്ന ഒരു ചെറിയ കുട്ടിക്കഥ പോലെയുള്ള ഒരു കഥയിൽ രണ്ടടരുകൾ പ്രണയത്തിൻ്റെയും പ്രണയനഷ്ടത്തിൻ്റെയും ഗതിനഷ്ടത്തിൻ്റെയും ആയിട്ടുള്ള സ്ത്രീയുടെ സപ്രസ്റ്റായ മനസ്സിൽ ഒരു ബോധമുണ്ടല്ലോ. സംശയാലോചന പ്രാവ് പോലും ഭാര്യയുടെ ശൈലിയിൽ കിടക്കുമ്പോൾ സംശയിക്കേണ്ടി വരുന്ന ദുർബലനായ ഭർത്താവിൻ്റെ അന്തർലോകം. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാൻ വായനക്കാരൻ അനേകം സ്ഥലങ്ങളിലാണ്. ഇതിങ്ങനെ എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കഥ. അത് അടിച്ചമർത്തപ്പെട്ട പ്രണയകാമനങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട രതികാമനങ്ങളുടെയും കുഞ്ഞുങ്ങളില്ലാത്തവരാണ് ദമ്പതികൾ എന്നതിൻ്റെ ഇടയിൽ എവിടെയോ വായിക്കാം. നിങ്ങളിൽ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഈ ഗൗതമൻ എന്നീ പ്രാർത്ഥിച്ചുകൂടിയവർ പറയുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ സംഭാഷണങ്ങൾക്കിടയിൽ രണ്ട് ലോകങ്ങളെ, രണ്ട് വലിയ ദർശനങ്ങളെ, രണ്ട് ജീവിതങ്ങളെ, അനവധി അടിച്ചമർത്തപ്പെട്ട കാമനകളെ ഒക്കെ കഥ കാണിച്ചത് ബുദ്ധിശാലിയായ, വിവേകശാലിയായ, ഭാവനാശാലിയായ വായനക്കാരന് ഏത് തലത്തിലേക്കും വായിച്ചെടുക്കാവുന്ന അനേകം അടലുകൾ കഥയ്ക്കുള്ളിലുണ്ട്. എന്നാൽ നേരിട്ട് വായിക്കുമ്പോൾ ഒരു ഒറ്റ കഥയുള്ളൂ, ഒരു തടസ്സമില്ലാതെ വായിച്ചു പോകാവുന്ന ഒരു ചെറിയ കഥ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ചെയ്യുന്നത്. മഞ്ഞുകിളികൾ എന്ന കഥയിൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ഒരു വിനോദ സഞ്ചാര സ്ഥലത്ത് സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരാൾ നേരിടുന്ന ഒരു അനുഭവത്തിൻ്റെ കഥയാണ്. അവിടെ മലമടക്കുകളിൽ നിന്ന് വരുന്ന നർത്തകികൾ, നാടോടി നർത്തകികൾ പറയുന്നു, ഞങ്ങൾ പട്ടിണിക്കാരാണ്, ദരിദ്രരാണ്, നിങ്ങളുടെ പോലെ വന്ന് ഞാൻ നൃത്തം ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ അതിഥികളിൽ നിന്ന് ധാരാളം കൈനീട്ടം സ്വീകരിച്ച് അവർ അതുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് അതിഥികൾ വിചാരിക്കുന്നത്. ഒരു യാത്രക്കിടയിൽ ആ മഞ്ഞുമലകളിൽ നിന്ന് വന്ന നാടോടി നർത്തകികൾ ഒരുത്തിയെ ഇയാൾ കാണാനിടവരുന്നു. അവൾ തിരുവല്ലക്കാരി ഷീല ജോർജ് എന്ന മലയാളിയാണെന്നും ഞങ്ങൾ മലമുകളിലെ നാടോടികളല്ലെന്നും ഇങ്ങനെ ആ ടൂറിസ്റ്റുകളെ പറ്റിച്ച് നിരന്തരമായി പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന ഡൽഹിയിലെ JNUവിലെ വിദ്യാർത്ഥികളാണെന്നും വെളിപ്പെടുത്തുന്ന ഒരു കഥ. ഇങ്ങനെ എത്ര രസകരമായ തട്ടിപ്പുകൾ, എത്ര രസകരമായ മലയാളിയെ പോലെ ഏത് സന്ദർഭത്തിലും എന്തും വേഷം മാറി കളിക്കാൻ കഴിയുന്ന തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ദുഃഖിതരും നിരാശ്രയരും അനാഥരും പോരാളികളുമൊക്കെയായ എത്രയോ മനുഷ്യർ ഇലകൊഴിഞ്ഞുകൊടുന്ന കഥയിലെ കുട്ടിനാരായണനെ പോലെ എല്ലാവർക്കും വേണ്ടി ചിരിക്കുകയും തെരുവിൽ വീട് കിടക്കുന്ന കുട്ടിയെപ്പോലും, അനാഥനായ കുട്ടിയെപ്പോലും രക്ഷിക്കുകയും ചെയ്യുന്ന കുട്ടിനാരായണൻ മരിക്കുമ്പോഴും ആ ശവം കൊണ്ടുവരാൻ പോലും ആരുമില്ലാതെ ആ കുട്ടിനാരായണൻ്റെ ശവം കൊണ്ടുവരുന്ന ഒരു കഥയാണ് ഇലകൊഴിയുമ്പോൾ. അതിലെ വല്യമ്മ കുട്ടിനാരായണനെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന നൊട്ടലാനങ്ങൾ കുറ്റിപ്പുറത്തെ ഒരു അമ്പലം, ഇടശ്ശേരിയുടെ ആ കുറ്റിപ്പുറത്തെ നൊട്ടലാനങ്ങൾ തന്നെയാണ് നൊട്ടൽ എന്ന വെളിച്ചപ്പാടിൻ്റെ കഥ. ആ മിത്ത് കുറ്റിപ്പുറത്തിൻ്റെ മിത്താണ്. ഞാൻ ഈ കൊടുങ്ങല്ലൂർക്കാരൻ എങ്ങനെയാണ് കുറ്റിപ്പുറത്തിൻ്റെ മിത്ത് കടം കൊണ്ടുവരുന്നത് നമുക്കറിയുന്ന കഥയാണ്. ആ നൊട്ടൻ്റെ അങ്ങനെ ഒരുപാട് മിത്തുകൾ കണ്ടു വരുന്നു. ബോംബെയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കണ്ട ജീവിതങ്ങൾ വരുന്നു. മേഘ മഴ എന്ന് പറയുന്ന ഒരു കഥ ഓരോ കഥയും പരാവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ദാമ്പത്യം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലെ കഥയുടെ പേര് ഞാൻ മറന്നുപോയി. മരണാസന്നയായ ഭാര്യയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന ഭർത്താവിൻ്റെ ഒരു കഥയുണ്ട്. എത്രയോ വർഷം കുട്ടികളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരാണ് ഇതിൽ ദമ്പതിമാരതിൽ 2-3 കഥകളിൽ കുട്ടികളില്ലാതെ പരസ്പരം കുട്ടികളായി ജീവിക്കേണ്ടി വരുന്ന ദമ്പതികളുടെ കഥ പറയുന്നു. പ്രവാസഭൂമിയിൽ ബോംബെയിൽ ഇങ്ങനെ എത്രയോ മലയാളികളുണ്ടായിരുന്നു. ദുഃഖിതരായി ജീവിച്ചു, അവർ സന്തോഷം പങ്കുവച്ചു. നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ, ഞാൻ ബോംബെയിൽ പലതവണ പോയിട്ടുണ്ട്. അവിടെയുള്ള പല ആൾ കുര്യാക്കോസിനെ പോലുള്ള നാടക പ്രവർത്തകരെ, PK രവീന്ദ്രനാഥ് എന്ന ഒന്നാന്തരം കഥാകൃത്തും ഒന്നാന്തരം ജേർണലിസ്റ്റുമായിട്ടുള്ള രവീന്ദ്രനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്ന ആളാണ്. PK നായർ തുഞ്ചൻ പറമ്പിൽ വരാറുണ്ടായിരുന്നു. PK നായർ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ കസിനാണ്, വലിയ വ്യവസായിയായിരുന്നു. AK നായർ തുഞ്ചൻ പറമ്പിൽ വരാറുണ്ടായിരുന്നു. AK നായർ അന്ന് തുഞ്ചൻ പറമ്പിൽ നടത്തിയ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. 10-20 വർഷം മുമ്പ് അദ്ദേഹം വന്നപ്പോൾ തുഞ്ചൻ പറമ്പിലേക്ക് വലിയൊരു സംഖ്യ അദ്ദേഹം സംഭാവന എടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബോംബെയിലേക്ക് പോയത് പട്ടിണി ഉള്ളൊരു കുടുംബത്തിൽ നിന്നാണ്. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും മണി ഓർഡർ അയക്കണമെന്നായിരുന്നു അന്ന് കുടുംബത്തിൻ്റെ ആവശ്യം. പക്ഷെ പോയത് തൊഴിലാളി വർഗ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. മുത്തയ്യയും AK നായരും ബോംബെയിലെത്തുന്നത് നേരത്തെ പറഞ്ഞ സമരങ്ങളുടെ ആദ്യകാലത്തെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഗംഭീരങ്ങളായ സമരങ്ങൾ ബോംബെയിലുണ്ടാകുന്നു. ആ സമരങ്ങളുടെ ആദ്യഘട്ടത്തിലാണ് AK യും മുത്തയ്യ എന്ന സഖാവ് എടുക്കുന്നത്. അങ്ങനെ ഒരു കേസിൽ
ഒളിവിലായിരുന്നു. പോലീസ് പിടിയിലായാൽ ജീവൻ ശേഷിക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ഘട്ടത്തിൽ മുത്തയ്യ എന്ന സഖാവ് എ കെയോട് പറഞ്ഞു, എന്നെ കാത്തിരിക്കാൻ ആരുമില്ല, പക്ഷേ എ കെക്ക് അമ്മയ്ക്ക് മണി ഓർഡർ അയക്കണം, അതുകൊണ്ട് എ കെ പിടികൊടുക്കേണ്ട, എ കെക്ക് പകരം ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവുകയാണ്. ആ മുത്തയ്യ പക്ഷേ എ കെക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, അദ്ദേഹം പോലീസിന് പിടികൊടുക്കുകയും എ കെ പിന്നീട് വലിയ ചണ വ്യവസായമൊക്കെ ആയി. ചെക്കോസ്ലോവാക്യയിലെ ചണ വ്യവസായം നിയന്ത്രിക്കുന്നത് എ കെ നായരായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അമ്മ മരിക്കുന്നതുവരെ മുടങ്ങാതെ ഞാൻ മണി ഓർഡർ അയച്ചു. ഇപ്പോൾ എനിക്ക് കേരളത്തിലേക്ക് മണി ഓർഡർ അയക്കാൻ ഒരമ്മയില്ല. ആ മണി ഓർഡറാണ് ഞാൻ തുഞ്ചൻ പറമ്പിലേക്ക് അയക്കുന്നത്. അതൊരു വികാരമാണ്. ഈ എ കെ നായരെ പോലെ എത്രയോ ആളുകൾ അവരുടെ അമ്മമാർക്ക്, മക്കൾക്ക്, സഹോദരികൾക്ക്, സഹോദരന്മാർക്ക്, നാട്ടുകാർക്ക്, ഭാഷയ്ക്ക് അയക്കുന്ന മണി ഓർഡറുകളുടെ കൂട്ടത്തിൽ ആണ് ഞാൻ ഗൗതമൻ എന്ന ഈ കഥയെ കാണുന്നത്. മലയാളത്തിൻ്റെ കഥാസഞ്ചയത്തിലേക്ക് വളരെ വളരെ പ്രഗത്ഭനായ പ്രതിഭാധനായ ഒരു എഴുത്തുകാരൻ ഒരു സംസ്കാരത്തിൻ്റെ മണി ഓർഡർ അയച്ചിരിക്കും. മുണ്ടൂർ രാജനെ പോലെ, പാമ്പുകൽ പബ്ലിക്കേഷൻസിനെ പോലെ അവിടെ തന്നെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ ഈ ജനാർദ്ദനിലേക്ക് ഞാൻ അവിടെ നിന്ന് ഞാൻ അവസാനം ബോംബെയിൽ പോയത് EMS അനുസ്മരണത്തിനാണ്. അല്ലേ ജനാർദ്ദൻ? അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. EM-നെ ജീവരക്തത്തിൽ സ്വീകരിച്ച അനേകായിരം സഖാക്കൾ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആളുകൾ ഈ ഇത് നടക്കാനുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി EM-നെ അനുസ്മരിക്കുന്ന വേദിയിൽ അത് വല്ലാതെ കണ്ണു നിറയ്ക്കുന്ന ഒരു ഓർമ്മയായിരുന്നു. എങ്ങനെയാണ് EM എന്ന വിപ്ലവകാരി അകലങ്ങളിൽ ജീവിക്കുന്നത്? ഇവിടെ അല്ല, ദൂരങ്ങളിൽ ഈ പോരാളികളൊക്കെ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി കൂടിയാണ് ഇവിടെ പലരും പോരാട്ടഭൂമിയിലേക്ക് പോയത്. അതൊക്കെ കഥയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ അതൊക്കെ ചരിത്രത്തിന് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നൊരു സിനിമയുടെ പേരല്ല അവസ്ഥ. അതൊരു സംസ്കാരം നഷ്ടപ്പെട്ട ഘട്ടത്തിൽ ഉച്ചരിക്കേണ്ടതാണ്. സാംസ്കാരികമായ സ്മൃതിനാശം സംഭവിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ദുരന്തം. ക്ലിനിക്കൽ അൽഷിമേഴ്സിന് ചികിത്സ ഉണ്ടാകും, പക്ഷേ സാംസ്കാരിക സ്മൃതിനാശത്തിന് ചികിത്സയില്ല. അവർക്ക് ഈ നിമിഷത്തെ ജീവിതം മാത്രമേ ഉള്ളൂ. നാളെയില്ല, ഇന്നലെയില്ല. ഏതെങ്കിലും നിമിഷങ്ങളിൽ മാത്രം ജീവിച്ച് സോപ്പ് കുമിളകൾ പോലെ തകർന്നടിയുന്ന ഒരു ജനസമൂഹത്തെയാണ് കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കും വികസിത സാമ്രാജ്യത്തിനും ഇന്ന് ആവശ്യമുള്ളത്. പാരമ്പര്യങ്ങളുടെ ഭാരമില്ലാത്ത, ചരിത്രത്തിൻ്റെ പിൻബലമില്ലാത്ത, വർഗ ചരിത്രത്തെ അനുസരിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത, ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്ന പുതിയ പുതിയ ഉദ്ഭുതങ്ങൾ പോലെയുള്ള മനുഷ്യരുണ്ടാകുമ്പോൾ അവിടെ ചരിത്രമുള്ള മനുഷ്യർ. ആധുനികതയുടെ ആവിർഭാവ ഘട്ടത്തിൽ MP നാണപ്പിള്ള വളരെ കാലം ബോംബെയിലുണ്ടായിരുന്നു, അല്ലേ? MP നാണപ്പേട്ടൻ ബോംബെയിൽ ജീവിച്ചൊരു കാലമാണ്. ആധുനികതയുടെ പല മുരുകൻ എന്ന പാമ്പാട്ടി പോലുള്ള വളരെ വ്യത്യസ്തങ്ങളായ കഥകൾ എഴുതി MP നാണപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കഥകളൊക്കെ ഉണ്ടായത് അദ്ദേഹം പ്രവാസിയായിരിക്കുന്ന കാലത്താണ്. ശരിയാണ്. MP നാണപ്പിള്ളയുടെ ഫോട്ടോയിൽ നോക്കിയല്ല ഞാൻ പറഞ്ഞത്. ഏതായാലും അങ്ങനെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമാണ് നമ്മുടെ മികച്ച പല കഥകളും ഉണ്ടായി വന്നത്. ആ കാലത്ത് അവിടെ ജീവിച്ച പല എഴുത്തുകാരും, കാക്കനാടൻ്റെ ഒരു കാലഘട്ടത്തിലായിരിക്കും ഗിരിജാവല്ലഭനൊക്കെ എഴുതുന്നു. എനിക്ക് തോന്നി ഗൗതമൻ പോലുള്ള കഥയുടെ കൈയടക്കം ഇത് പരാവർത്തനം ചെയ്താൽ പറ്റാത്തൊരു കഥയാണ്. അത് ആധുനികമാണ്, അത് റിയൽ ആണ്. ശരിക്കും അതൊരു നവയാഥാർത്ഥ്യ ബോധം എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നൊരു പേര്. ഈ ശ്രീരാമൻ്റെയും CV ശ്രീരാമൻ്റെയും നമ്മുടെ വൈശാഖൻ്റെയും ഒക്കെ കഥകളിൽ ഇങ്ങനൊരു നവയാഥാർത്ഥ്യ ബോധമുണ്ട്. അത് പലപ്പോഴും വേണ്ട വിധം വായിക്കപ്പെടാതെ പോയതാണ്. ഒരുപാട് SV വേണുഗോപാൽ നായരെ പോലെ മലയാള കഥയിൽ വളരെ വ്യത്യസ്തമായ നവ യാഥാർത്ഥ്യബോധം പ്രകടിപ്പിച്ച എഴുത്തുകാർ, അവർ ജീവിതത്തിൻ്റെ ഭീഷണമായ യാഥാർത്ഥ്യങ്ങളെ പുതിയ ചമൽക്കാരങ്ങളില്ലാത്ത ഭാഷയിൽ നമ്മെ എന്നും വേട്ടയാടുന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാള കഥ ആഖ്യാനത്തിൽ പല പടവുകൾ പിന്നിട്ടാണ് ഇന്ന് കാണുന്ന കഥാരൂപത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഈ ആഖ്യാന തന്ത്രങ്ങൾ മാത്രമായിട്ട് കഥ ചുരുങ്ങുകയും അതിന്ന് ജീവിതം ചോർത്തപ്പെടുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കഥയിൽ ജീവിതമുണ്ട്. മഹാനഗരത്തിൽ കൊന്നപ്പൂ തേടി പോകാൻ നിയോഗിക്കപ്പെടുന്ന ഒരു ഭർത്താവുണ്ട്. അതൊരു ദാമ്പത്യത്തിൻ്റെ കഥയാണ്. കൊന്നപ്പൂ ഒരിക്കലും അയാൾക്ക് കിട്ടുകയില്ല. കാരണം ഒറ്റ പൂ പോലും വിടരാത്ത കൊന്നകയാണ് ആ നഗരത്തിൻ്റെ അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഇങ്ങനെ എവിടെയോ വിദൂര ദിശകളിലിരുന്ന് മലയാളത്തെ സ്നേഹിക്കുകയും കൊന്നപ്പൂക്കളെ ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വൈലോപ്പിള്ളി എഴുതി വെച്ചതാണ്. വൈലോപ്പിള്ളിയുടെ പേരിലാണ് ഞാൻ വൈലോപ്പിള്ളി അനുസ്മരിക്കണം വിചാരിച്ചിട്ടല്ല. ഈ വരി കൊന്നപ്പൂവിൽ നിന്ന് വൈലോപ്പിള്ളിയിലേക്ക് വളരെ ദൂരം കുറവാണ്. വൈലോപ്പിള്ളിയിൽ നിന്ന് കൊന്നപ്പൂക്കളിലേക്കും ഓണപ്പാട്ടുകാരിലേക്കും വളരെ ദൂരം കുറവാണ്. നമ്മളിൽ നിന്ന് കൊന്നപ്പൂക്കളിലേക്ക്, നമ്മളിൽ നിന്ന് ഓണപ്പാട്ടുകാരിലേക്ക്, നമ്മളിൽ നിന്ന് ശലഭങ്ങളിലേക്ക്. ഒരു കഥയിൽ ഒരു ശലഭം, നിശാശലഭം
അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. അല്ലെ, ആ കഥയുടെ പേര് ഞാൻ മറന്നുപോയി. ഗിരിജാവല്ലഭന്റെ ഒരു കഥയിൽ ഒരു നിശാശലഭം വന്നിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ നിശാശലഭം ഇപ്പോൾ ഇവളുടെ മുഖത്തിനടുത്ത് വന്നിരിക്കുന്നത് എന്ന് ബോധം കെട്ടുകിടക്കുന്ന ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ നിശാശലഭങ്ങൾ ബോംബെയിലേക്കൊക്കെ പോകുന്നു. മലയാളികൾ ഓർക്കുന്നില്ലെങ്കിലും ഇവിടുത്തെ കുന്നിൻപുറങ്ങളിൽ ശലഭങ്ങളില്ലാതാകുമ്പോൾ ബോംബെയിലെ മലയാളികൾ വേദനിക്കുന്നുണ്ട്. ദൂരങ്ങളിൽ കണ്ണാന്തളിപ്പൂക്കൾ ഇല്ലാതാകുന്ന കാലത്തെക്കുറിച്ചുള്ള ദുഃഖങ്ങളുണ്ട്. കണിക്കൊന്നകളില്ലാതാകുന്ന കാലത്തെക്കുറിച്ചുള്ള ദുഃഖങ്ങളുണ്ട്. മലയാള ഭൂമിക്ക് വേണ്ടി ഒരു ശശിധരൻ നായരുണ്ട്. ഈ മലയാള ഭൂമി ശശിധരൻ നായർ എന്ന് വിളിക്കേണ്ടി വരുമ്പോൾ ശശിധരൻ നായരുടെ കൂടെ മലയാള ഭൂമി പോയി എന്നാണ് അർത്ഥം. കാരണം ദൂരെയുള്ളവർ മലയാള ഭൂമി കൊണ്ടുപോവുകയും മലയാളികൾക്ക് ഈ ഭൂമി ആവശ്യമില്ലാതാവുകയും അമേരിക്കയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയും അമേരിക്കയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോൾ അയൽ വീട്ടിലേക്കുള്ള ദൂരം കൂടിക്കൂടി വരികയും അമ്മയിലേക്കും അമ്മ മലയാളത്തിലേക്കുമുള്ള ദൂരം കൂടിക്കൂടി വരികയും ചെയ്യുമ്പോൾ എഴുത്ത് വിശുദ്ധമായ ഒരു ആത്മസമർപ്പണമായി കൊണ്ടു നടക്കുന്ന ഗൗതമനെപ്പോഴും കഥകൾ എഴുതിയ ഗിരിജാവല്ലഭനെപ്പോഴും എഴുത്തുകാർ. ഒരുപക്ഷെ നാം കാണാതെ എത്രയോ എഴുത്തുകാർ ഇപ്പോഴും എവിടേക്കോ ഉണ്ട്. ഇപ്പം നേരത്തെ മാടമ്പൻ്റെ മരുമകളാണ് ശ്രീമതി ജ്യോതിർബായി, അല്ലേ? അനിയത്തിയാണ്. ഞാനൊരിക്കൽ മാടമ്പൻ്റെ കൂടെയാണ് അവരെ കണ്ടിട്ടുള്ളത്. മറ്റൊരിക്കൽ ഇവരുടെ ഞാൻ ഇവരുടെ ഓൺലൈൻ വിവരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും ഓൺലൈനിലെ കഥകളൊക്കെ കൂടി ചേർന്ന് ഒരു മഹാകവിയെ വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ഞാൻ സാക്ഷിയാണ്. അല്പം മഞ്ചേരിയിലുള്ള ലക്ഷണമൊത്ത ഒരു മഹാകാവ്യം എഴുതിയ ഇതിന് പേരെന്തായിരുന്നു? അന്ന് നിങ്ങൾ ആ പ്രകാശനം ചെയ്തല്ലോ കുളത്തൂരിൽ വെച്ച്. ആ പരിപാടിയിലും ഞാൻ പങ്കെടുത്തു. അന്ന് ഓൺലൈനിലുള്ള കുറേ ആളുകളാണ് ലക്ഷണമൊത്തൊരു മഹാകാവ്യം എഴുതിയ ഒരു കവിയെ ആദരിച്ചത്. അപ്പോൾ ഈ ജാതവേദൻ, കൈതക്കൽ ജാതവേദൻ എന്ന് പറയുന്ന കവിയുടെ ലക്ഷണമൊത്തൊരു മഹാകാവ്യം, ഒന്നാന്തരം കാവ്യം. ഈ വർഷത്തെ വെൺമണി പുരസ്കാരം കിട്ടിയെന്നതിൽ ആ കാവ്യം വായിച്ചാൽ അറിയാം. ഇന്നും ഇത്ര നിഷ്ഠയോടുകൂടി മലയാളത്തിൻ്റെ സൗന്ദര്യം പരിപൂർണമായി സൂക്ഷിക്കുന്ന ഒരു കവി ഇത്രയും കാലമായിട്ട് അറിയപ്പെടാതെ കിടക്കുക. ഈ ഓൺലൈൻ കൂട്ടായ്മയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജ്യോതിർബായി ശങ്കറിനെ കണ്ടത്. ഈ അടുത്ത കാലത്ത് മാടമ്പൻ്റെ കൂടെ കണ്ട് അവരെ ആദരിക്കാൻ ഒരവസരം. അനഘ രവീന്ദ്രൻ കവിത ചൊല്ലുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ആളുകൾ അവരൊക്കെ അവരുടെ ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം കുട്ടികളിലൂടെ. സൗദി അറേബ്യയിലാണ് രവീന്ദ്രൻ്റെ കുടുംബം താമസിക്കുന്നത്. പക്ഷെ സൗദി അറേബ്യയിൽ ജീവിക്കുമ്പോഴും എക്സ്പ്രസ് ശ്രീധരൻ എന്ന ശ്രീധരേട്ടൻ്റെ പേരക്കുട്ടിക്ക് മലയാളത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. ഞാനത് ശ്രീധരേട്ടൻ്റെ മോളാണെന്ന് ഇപ്പോൾ അറിയാം. ഇങ്ങനെ പലതും ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇങ്ങനെ ഇതൊക്കെയാണ്. ഇപ്പോൾ ഗിരിജാവല്ലഭൻ്റെ കഥയെക്കുറിച്ച് കുറേ പ്രശംസി പറയുന്നതിനേറെ എവിടെയോ മലയാളം ജീവിക്കുന്നു, കേരളം ജീവിക്കുന്നു. പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന് അലകടലകൾ കടന്ന് മലയാളം ജീവിക്കുന്നുണ്ട്. ഞാൻ മാമ്പഴത്തിലിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് വിദൂരദേശം അമേരിക്കയിലൊക്കെ ആ മാമ്പഴത്തിൻ്റെ ഒരു വലിയ ആസ്വാദക സമൂഹം ഉണ്ടായിരുന്നു. അക്കാലത്താണ് വൈലോപ്പള്ളിയുടെ മാമ്പഴം ഞങ്ങൾ അവതരിപ്പിച്ചു. 2-3 തവണ അവതരിപ്പിച്ചു. രണ്ടാമത്തെ തവണ അവതരിപ്പിച്ചപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ പലയിടത്തും പറയാറുള്ളതാണ്. ആ മെസ്സേജ് അയച്ചത് ടിൻറ്റുമോൻ എന്ന ഒരു കുട്ടിയാണ്. എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന എല്ലാവരുടെയും കുട്ടിയായ പുതിയ കാലത്തിൻ്റെ പ്രതീകമായ ടിൻറ്റുമോൻ എനിക്ക് എഴുതിയ മെസ്സേജ്: അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. 2 വരികൾ. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മാങ്ങ വീണപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നത്? ഞാൻ വിചാരിച്ചു, ദൈവമേ, ടിൻറ്റുമോൻ കൊള്ളാമല്ലോ, മലയാള കാവ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ചോദ്യം ആണ് ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മാമ്പഴം വായിച്ച ആളായതുകൊണ്ട് എന്തുകൊണ്ടാണ് കണ്ണുനീർ വന്നതെന്നറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ആ മെസ്സേജ് താഴേക്ക് വിളിച്ചപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞിരിക്കുകയാണ്, മാങ്ങ വീണത് ആ തള്ളയുടെ തലയ്ക്കായിരിക്കും. തലയ്ക്ക് മാങ്ങ വീണാൽ ഏതമ്മയും കരയാൻ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് കൊണ്ട്, ഒരു പരസ്യം കൊണ്ട്, ഒരു ബ്ലോഗ് പോസ്റ്റിംഗ് കൊണ്ട്, ഒരു വാട്സപ്പ് പോസ്റ്റിംഗ് കൊണ്ട് അസാധുവാക്കപ്പെടേണ്ടതല്ല ഒരു സംസ്കൃതി എന്ന് 70കളിൽ മലയാള കഥ അതിൻ്റെ അനവധി ഋതുപരിവർത്തനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരുന്നു. മലയാളത്തിലെ ഏറ്റവും ശക്തമായ കഥകൾ ഉണ്ടായ ഒരു അരിമ്പാറ പോലുള്ള വിജയൻ്റെ കഥകൾ, മുകുന്ദൻ്റെ കഥകൾ, നാരായണപിള്ളയുടെ കഥകൾ, വളരെ പ്രശസ്തങ്ങളായ കാക്കനാടൻ്റെ കഥകൾ, ശ്രീചക്രം പോലെയുള്ള കാക്കനാടൻ്റെ കഥകളൊക്കെ ഉണ്ടായ ഒരു കാലത്ത് ബോംബെയിലിരുന്ന് വളരെ വലിയ ഉദ്യോഗങ്ങൾ നിർവഹിച്ച കാലത്തും കഥയുടെ കൈയടക്കം, സൂക്ഷ്മമായ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചു. കുറേ കഥകൾ, ഞാൻ എല്ലാ കഥകളും വായിച്ചു. ആ കഥകളെ പരാവർത്തനം ചെയ്ത് എൻ്റെ പണിയല്ലാത്തതുകൊണ്ട്. പക്ഷെ ഗൗതമൻ എന്ന ഒറ്റ കഥ, മറ്റു കഥകൾ മോശമാണെന്നല്ല, തീർച്ചയായും മലയാള കഥാചരിത്രത്തിലെ എണ്ണപ്പെട്ട കഥകളിലൊന്നാണ്. മലയാള കഥാചരിത്രത്തിലെ എണ്ണപ്പെട്ട കഥകളിലൊന്നാണ്. ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയാം, ഗൗതമൻ എഴുതിയ ഗിരിജാവല്ലഭൻ മലയാള കഥയിൽ എന്നും കഥാകാരനായി പരിഗണിക്കപ്പെടേണ്ട വലിയ കഥാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് കൈവന്ന ഭാഗ്യത്തിന് ഞാൻ മുണ്ടൂർ രാജനോടും ബോംബെയിലെ സഹൃദയരോടും ഒരുപാട് ആളുകളെ ഓർക്കാനുണ്ട്. ഒരുപാട് ആളുകളെ ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറഞ്ഞാൽ അത് തന്നെ ഒരു ചരിത്രമാവുന്നതുകൊണ്ട്. മാനസി അവിടെയുണ്ട് ഇപ്പോഴും,
നല്ല കഥകൾ എഴുതുന്ന മാധവിക്കുട്ടിക്ക് ശേഷം മലയാളത്തിലെ സ്ത്രീ കഥാകാരികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആളാണ് മാനസി. പി എ ദിവാകരൻ വളരെ കാലം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ബോംബെയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. മാനസി ഇപ്പോൾ പ്രകാരമൊന്നും എഴുതുന്നില്ല. അഷ്ടമൂർത്തി വളരെ കാലം ബോംബെയിലായിരുന്നു. അഷ്ടമൂർത്തിയുടെ കൂടെ പ്രവീൺ കുമാർ എന്ന് കഥ എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. പ്രവീണിനെ ഇപ്പോൾ കാണുന്നില്ല. അഷ്ടൻ തിരിച്ചു വന്നെങ്കിലും അഷ്ടൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെ പോയപ്പോൾ കണ്ടു. പലരും അങ്ങനെ ബോംബെ ഒരു കാലത്ത് മലയാളത്തിൻ്റെ ഒരു ഫീഡ് സെൻ്ററായിരുന്നു. ഒരു കാലത്ത് ഗോവിന്ദൻ നയിച്ച മദ്രാസ് എങ്ങനെയായിരുന്നോ മലയാളത്തിൻ്റെ ഫീഡ് സെൻ്റർ ആയിരുന്നത്, അതുപോലെ മലയാളത്തിൻ്റെ ഫീഡ് സെൻ്റർ ആയിരുന്നു. അന്ന് നമുക്ക് മുലയൂട്ടിയ കഥകൾ എഴുതിയ കഥാകാരനാണ്. ഈ സീനിയർ കഥാകാരനെ ആദരിക്കാനുള്ള അവസരമായി ഞാൻ ഇത് കണക്കാക്കിക്കൊണ്ട്, രാവണിക്ക് പറ്റിയത് പരിപാടിക്ക് പോകാനുണ്ടെന്ന് എനിക്കറിയാം. എന്നെ പോലുള്ള ആളുടെ കുഴപ്പം സംസാരിച്ച് തുടങ്ങാൻ പ്രയാസമല്ല, നിർത്താൻ ചിലപ്പോൾ പോലീസിനെ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കവികൾ ചെയ്യേണ്ട ഔചിത്യ ദീക്ഷ മാനിച്ച് ഈ കഥകളെക്കുറിച്ച് കൂടുതൽ പരാവർത്തനം ചെയ്യാതെ അദ്ദേഹം ധാരാളമായിട്ട് എഴുതട്ടെ. പ്രവാസ ജീവിതം പത്രിക എത്തുവരെ ബെന്യാമിനൊക്കെ മലയാളത്തിൽ കഥകളിട്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ പ്രവാസി സാഹിത്യത്തിന് കൂടുതൽ ഇടം കിട്ടുന്ന കാലമാണ്. അങ്ങനെ ഇടത്തേക്ക് ഗിരിജാവല്ലഭന് വളരാൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. രണ്ട് വാക്ക് പറയാൻ പ്രിയ സുഹൃത്ത് രാവണിയെ. എന്തായാലും രണ്ടു വാക്കിൽ നിൽക്കില്ല. എഴുതി തെളിഞ്ഞൊരു എഴുത്തുകാരനാണ് ഗിരിജാവല്ലഭൻ. ആ തെളിച്ചും അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും ഉണ്ട്. രൂപത്തിൽ വളരെ ചെറിയതാണ് കഥകൾ, പക്ഷെ വളരെ സൂക്ഷ്മമായി എഴുതിയ കഥകളാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നല്ല കഥാസമാഹാരമാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുറേ നാൾ മുമ്പ് ഒരിക്കൽ ധനഞ്ജയ മച്ചിങ്ങൽ, DK മച്ചിങ്ങൽ നേരത്തെ പറഞ്ഞ ധനഞ്ജയ മച്ചിങ്ങലാണ് എന്നെ വിളിച്ച് പറഞ്ഞത് 23-ാം തീയതി ഒരു പുസ്തക പ്രകാശനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർ ജീവിക്കുന്ന നമുക്കൊക്കെ എല്ലാവർക്കുമാണ് ഒരു ദിവസം ചുരുങ്ങിയത് 3 മീറ്റിങ്ങിലും പങ്കെടുക്കാൻ ഉണ്ടാവും. മീറ്റിങ്ങിലേക്ക് ഓടിക്കൊണ്ടിരിക്കാനുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം. അപ്പോൾ ശരിയോ, ധനഞ്ജയ മച്ചിങ്ങലാണെങ്കിൽ ഇന്നലെ തൃശ്ശൂരിൽ ചേർന്ന മീറ്റിംഗ് വെച്ച് ധനഞ്ജയ മച്ചിങ്ങലുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പേര് അദ്ദേഹം എണ്ണി പറഞ്ഞു. 5 സംഘടനകളുടെ നെടുന്തുറായി നിൽക്കുന്ന ആളാണ്, ഇപ്പം ആരംഭിച്ചതാണ്. ഈ ഇതിൽ പറയാത്ത സംഘടനകൾ വേറെ ഉണ്ട്. അങ്ങനെ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ധനഞ്ജയ മച്ചിങ്ങൽ. AK മച്ചിങ്ങലാണ് ഈ യോഗത്തിലെ അധ്യക്ഷൻ. ചെറുപ്പകാലം മുതൽ ബോംബെയിൽ നിന്നും AK മച്ചിങ്ങൽ എന്ന് സ്ഥിരമായിട്ട് വായിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ആരുമാണ് ഇയാൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ ആണ് കുറച്ചു കാലം മുമ്പ് തൃശ്ശൂർ വെച്ച് അദ്ദേഹവുമായിട്ട് കൂടിച്ചേരാൻ സന്ദർഭം ഉണ്ടായത്. AK മച്ചിങ്ങലും ധനഞ്ജയ മച്ചിങ്ങലും സഹോദരന്മാരാണ്. അവരുടെ നിലപാടുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആരുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ നിർഭയമായി പറയുന്ന വ്യക്തമായ നിലപാടുകളുള്ള 2 പേരാണ്. AK മച്ചിങ്ങലെ കണ്ട് കുറേ കാലമായിട്ട് അവർ ചോദിച്ചത് എന്താണ്, കണ്ട് കുറേ കാലമായിട്ട് പുറന്ന് പുകയിലിരിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിച്ചു എന്നുള്ളത് ഈ മീറ്റിങ്ങിൻ്റെ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ നേരത്തെ നമ്മുടെ ഗായത്രി പറഞ്ഞു അങ്ങനെ ഞാനുമായിട്ട് അത്ര സൗഹൃദത്തിലല്ല. അത് പറഞ്ഞ് തീരെ ശരിയല്ല. അവിടെ ഇല്ലല്ലോ, ആളെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ഞാൻ ഇപ്പോഴും പരിഗണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാമെന്നില്ല വെച്ചെങ്കിലും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പല നിലയിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ചേർപ്പിൽ പെരുവളം സതീശന്മാരാർക്ക് വീരശങ്കര സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് 5 ദിവസമാണ് നടക്കുന്നത്. അത് 19-ാം തീയതി ആരംഭിച്ച് 24-ന് നാളെ കഴിയും. ആ പരിപാടിയുടെ ജനറൽ കൺവീനർ ഞാൻ അവിടെ പോയിട്ട് 3 ദിവസമായി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളും അതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് പല മുന്നിലെ കാലം ഞാൻ മീറ്റിങ്ങിലാണ്. അപ്പോൾ AK മച്ചിങ്ങലാണ് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇറങ്ങിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചേർത്തേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് വളർന്ന് അക്കരയിൽ ഒന്ന് കയറി നേരെ പോകണം ഞാൻ വിചാരിച്ചു. നോട്ടീസ് ഞാൻ കണ്ടിട്ടില്ല, പുസ്തകം എനിക്ക് വായിക്കാൻ തന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് പുസ്തകം ഞാൻ ചോദിച്ചു മേടിച്ചത്. ഇരുന്ന ഇരുട്ടിൽ 10 കഥകൾ ഞാൻ വായിച്ചു. 10 കഥകൾ ഞാൻ വായിച്ചുകൊണ്ട് തന്നെ 10 കഥകൾ ഞാൻ വായിച്ച് സന്തോഷിച്ചു എന്നുള്ള കഥകൾ ഓരോന്നും ജീവിതത്തിൻ്റെ സംഘടനകളിലേക്ക് ഒട്ടും സങ്കീർണമായിട്ടല്ലാതെ നല്ല തെളിച്ചത്തോടു കൂടി എഴുതിയിട്ടുള്ളത് ആധുനികയുടെ കാലത്ത് ആ കാലത്ത് എഴുതി വന്ന
പല ആൾക്കാരും എഴുത്തെങ്ങനെ സങ്കീർണമാക്കുക എന്നുള്ളത് ഗവേഷണം ചെയ്യുന്ന ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ വളരെ തെളിച്ചമുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ അതിഗംഭീരങ്ങളായ ചിലർ ഉള്ളിൽ നേരെ തൊടാൻ ഗൗരവം എന്ന കഥയുടെ അവസാനത്തെ വാക്യം ശരിക്കും നെഞ്ചിൽ വന്നിരിക്കും. അത്ര ഗംഭീരമായിട്ടുള്ള കഥയാണ്. ചെറുതാണ്, എല്ലാ കഥയും ചെറുതാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ വന്ന് നന്നായി സ്വാധീനിക്കുന്നത്. അതിൽ എന്നെ വളരെ വികാരഭരിതമാക്കിയ ഒരു കഥ മനക്കണക്കുകളാണ്. മനക്കണക്കുകൾ അതൊരു ജീവനക്കാരനാണ്. എന്നും ഇല്ലായ്മ പ്രാരബ്ധം. അവസാനം ഒരു അരിയേഴ്സ് കിട്ടുകയാണ് 9,200 രൂപ. ഭാര്യ കണക്ക് കൂട്ടി വീട്ടിൽ വാഷിംഗ് മെഷീൻ പഠിച്ചെത്തി മാറ്റി. ശരിക്കും നല്ല വാഷിംഗ് മെഷീൻ 14,000 രൂപ വരും. പക്ഷേ അത് സെമി മേടിക്കുകയാണെങ്കിൽ 7,000 രൂപ മതി. അപ്പോൾ അങ്ങനെയുള്ള പല കണക്കുകളുമായിട്ട് അത് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മുഴുവൻ നടക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. അവർ കാശ് പിടിക്കും എന്ന പ്രശ്നമുണ്ട്. എന്നാൽ അവർ കാര്യം ചെല്ലും 9,200 രൂപയോ 9,250 രൂപ ഒപ്പിട്ട് വാങ്ങി. അന്നേരത്തെ അച്ഛനൊരു കത്ത് വന്നു. ആ കത്തിലെ അച്ഛൻ എഴുതുകയാണ് ജീവിത പ്രയാസങ്ങൾ, വീടാകെ നാശമായിരിക്കുന്നു, അച്ഛനെ പിടിച്ച് കേടായിരിക്കുന്നു, ആകെ തകരാറായി. നന്നാക്കാൻ 10,000 രൂപ വേണമെന്നാണ് ആശ്ചര്യ പറയുന്നത്. ഞാൻ നിന്നോട് വേണ്ട ആളോട് ചോദിക്കുക, എൻ്റെ ഒറ്റ പൈസ ഇല്ല. അമ്മയുടെ വളയോ മറ്റു പണം വെച്ചിരുന്ന വേലി കെട്ടിയത് അപ്പം ഈ കാശയച്ച് നിർത്താറ്. ഈ പ്രതിസന്ധി ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛനെ ഓർക്കുകയും കടങ്ങൾ കയറി വന്നിട്ട് കാശ് അയക്കാൻ കൊടുക്കാൻ പറ്റണ്ടായപ്പോൾ ഇത്തവണ കാശ് ഉണ്ടാവില്ല അച്ഛൻ പറഞ്ഞപ്പോൾ ഈ കാശ് അയച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് അയച്ച കത്ത് പെട്ടെന്ന് ഞാൻ കൊടുക്കും. ഇതിൻ്റെ കഥാനായകൻ ഈ 9,250 രൂപ കയ്യിലെടുത്ത് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. അച്ഛൻ മണിക്കൂറായിട്ട് അല്ല ബാങ്കിലേക്കാണ്. അച്ഛനെ ഡി ഡി എടുക്കുക. 9,000 രൂപയുടെ ഡി ഡി എടുത്ത് ഇയാൾ പുറത്തേക്ക് വരും. പുറത്തിറങ്ങിയപ്പോൾ 2 പട്ടികൾ തനിക്ക് കൂട്ടായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം ഉള്ളിൽ തൊട്ട കഥ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ആളാണ്. പലപ്പോഴും ഒരു കാര്യം പറയാം. അച്ഛനെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും പറഞ്ഞിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളൂ. അങ്ങനെ അച്ഛൻ കുറച്ച് കഴിക്കുന്ന ഒരാളുണ്ട്. ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛന് കഴിക്കാൻ ഞാൻ മേടിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരെ ഭാര്യ അച്ഛനെ വിളിച്ചിരുത്തും. മകൻ കൊണ്ടുവരുന്നത് പങ്കിട്ട് കഴിക്കാൻ വേണ്ടി അച്ഛന് വലിയ സന്തോഷം ആണ്. പക്ഷേ സർക്കാർ ജീവനക്കാരായിരിക്കുമ്പോൾ ഏറെക്കാലം ഞാൻ റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടാനാണ് ശമ്പളം വാങ്ങിക്കാറുള്ളത്. റവന്യൂ സ്റ്റാമ്പിൽ ഇന്ന് ഒപ്പിടുന്നത് 5,000 രൂപയാണ്. അന്ന് 500 രൂപയാണ്. നാട്ടുകാർക്ക് മുഴുവൻ കടന്നു നിന്ന് ജാമ്യം നിന്ന് ലക്ഷക്കണക്കിന് രൂപ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത ആളാണ്. പലപ്പോഴും 300 രൂപ 400 രൂപയാണ് എനിക്ക് ശമ്പളം കിട്ടാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ശമ്പളം എടുത്ത് കയ്യിൽ ഒന്നും ബാക്കിയില്ല, കടം മാത്രം ബാക്കി. 1-ാം തീയതി കടത്തൊന്ന് കടത്തിത്തരണമേ എന്ന് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും പേടിച്ച ദിവസം 1-ാം തീയതിയാണ്. ശമ്പളം കിട്ടും, എല്ലാവരും കൈ കിട്ടും. ബാക്കി എല്ലാ ദിവസവും സുഖമില്ലാതെ കൈ കിട്ടുന്ന ആൾക്കാരില്ല എന്നുള്ളതാണ്. ഒരുപാട് പൂച്ചകളുടെ മുമ്പിൽ വന്നു പെട്ട ഒരു എലിക്കുട്ടിയാണ് ഞാൻ എന്ന് പറയുന്നത്. പൂച്ച വിളയാട്ടം ഒരു കവിത പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു ദിവസം വൈകിട്ട് കാശാണ് ഞാൻ ചെന്നു. അച്ഛൻ്റെ അമ്മാവൻ്റെ മറ്റുള്ളവരുണ്ട്, ഒരു കൊടുക്കാൻ ഒന്നുമില്ല. അച്ഛൻ ദിവസം ദേഷ്യം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇതിപ്പോൾ ഈ ഇങ്ങനെ കൊണ്ടുവരില്ലാച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരാച്ച് എടുക്കൊള്ളു. അച്ഛൻ പെട്ടെന്ന് ദേഷ്യം പോകും. ഇന്നെന്താ വെച്ചാൽ എത്ര വേണമെങ്കിൽ വാങ്ങിക്കൊടുത്താൽ ഇഷ്ടംപോലെ കാശ് അച്ഛൻ ഇതാണ് എൻ്റെ ജീവിതത്തിലെ സങ്കടം. ആ അച്ഛനാണ് ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നത്. ആ അച്ഛന് മണിക്കൂറായിരുന്നു എനിക്കിപ്പോൾ തോന്നും. ഞാൻ എവിടേക്ക് മണിക്കൂറായില്ല. അങ്ങനെയുള്ള ഒട്ടേറെ ഉള്ളിൽ തട്ടുന്ന ഒരുപാട് കഥകൾ ഉണ്ട് ഈ സമാഹാരത്തിൽ. ഇത് നന്നായി തയ്യാറാക്കിയ പുസ്തകമാണ്. പാവുങ്ങൽ പബ്ലിക്കേഷൻ്റെ മുമ്പൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അത് രാജൻ്റെ അനിയൻ്റെ പുസ്തകമെന്നാണ് പറഞ്ഞത് അല്ലേ. എന്തായാലും അതിമനോഹരങ്ങളായ ഉള്ളിൽ തട്ടുന്ന നല്ല പുസ്തകം ആണത്. ഇങ്ങനൊരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്നു. ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ വലിയ ആഹ്ലാദങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ
ധനയം മച്ചിങ്ങിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വരുമ്പോൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചത് ആരാൾ ഒരു ബോംബെക്കാരാണെന്ന് പറഞ്ഞു. ഈ ഒരു ബോംബെക്കാരുടെ പുസ്തകത്തിൽ ഇതിനാ ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. ഈ പുസ്തകം വായിച്ചപ്പോൾ ഈ എഴുത്തുകാരൻ എൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അങ്ങേയറ്റം ആത്മബന്ധം എനിക്ക് തോന്നുന്ന ഒരു വലിയ സ്നേഹിതൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിനൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. ആ വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. മാടമ്പിൻ്റെ സഹോദരിയെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. നേരം തെറ്റിയാണെങ്കിലും ആ കുട്ടി നന്നായിട്ട് പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അങ്ങേയറ്റം ഉള്ളിൽ തട്ടിയ മീറ്റിങ്ങാണ്. എൻ്റെ ആത്മാവിൻ്റെ മറ്റൊരു ശരീരമാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ലീലാകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും ഈ പുസ്തകം വായിക്കുന്നു എന്നുള്ളത് അത് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ വലിയ സന്തോഷമാണ്. ഇതിൽ 2 പുസ്തകങ്ങളും ഞാൻ വേണമെന്ന് പറഞ്ഞു. 2 പുസ്തകം ഞാൻ കൊണ്ടുപോവുകയാണ്. ഒരെണ്ണം എൻ്റെ അലമാരയിൽ വയ്ക്കാനും മറ്റൊന്ന് എൻ്റെ നാട്ടിലെ വായനശാലയ്ക്ക് കൊടുക്കാനും. എല്ലാവർക്കും നന്ദി.